ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഭയത്തെ അതിജീവിക്കലാണ് വിജയം നേടാനുള്ള ആദ്യ വഴി. ഇതെൻ്റെ വാക്കുകളല്ല, ബെർട്രാൻഡ് റസ്സലിൻ്റെ വാക്കുകളാണ്. ശരിയല്ലേ? ഭാവിയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നറിയാനുള്ള ജ്ഞാനദൃഷ്ടിയൊന്നും നമുക്കില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് എപ്പോഴും ഭയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്? ഭാവിയിൽ നല്ലത് സംഭവിക്കും എന്ന് മാത്രം ചിന്തിക്കുക. ഭയത്തിൻ്റെ സ്ഥാനത്ത് ആത്മവിശ്വാസത്തെ കുടിയിരുത്തുക. തീർച്ചയായിട്ടും വിജയം നേടും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. അങ്ങനെ നല്ല ചിന്തകളോടുകൂടി നല്ല പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വിശാലമായ ഒരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഇന്ത്യൻ ഭരണഘടനയിലെ 6ാം ഭാഗത്ത് പ്രതിപാദിക്കുന്ന പാർട്ട് 6 പ്രതിപാദിക്കുന്ന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലെ 2 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു 2 ക്ലാസ്സുകളിലൂടെ. ഏതാണ്? ഒന്ന്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് അറിയപ്പെടുന്ന ഗവർണറെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഹെഡ് എന്നറിയപ്പെടുന്ന ചീഫ് മിനിസ്റ്ററെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ഏരിയകളാണ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒന്ന്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭ, സംസ്ഥാന മന്ത്രിസഭ. 2, അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭ. അപ്പം ഗവർണർ കഴിഞ്ഞു, മുഖ്യമന്ത്രി കഴിഞ്ഞു, ഇനി സംസ്ഥാന മന്ത്രിസഭയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരല്പം വിശാലമായ ടോപ്പിക് ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ ഞാൻ 2 പാർട്ടായി തിരിച്ചിരിക്കുന്നു. 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അതിൻ്റെ ആദ്യ പാർട്ട് എന്താണ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? പതിവ് പോലെ 1-2 ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്ന്. ആൻസർ ഞാനിപ്പോൾ പറയില്ല. നമ്മൾ ആ ചോദ്യം ഒന്ന് പരിചയപ്പെടുക, എന്നിട്ട് നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ആൻസർ കണ്ടെത്തുക. എന്താണ്? 2023 PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? ഒന്ന്, സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. ശരിയോ തെറ്റോ? നമുക്ക് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കുവാനും ഉപദേശിക്കുവാനുമാണ് മന്ത്രിസഭ. ശരിയോ തെറ്റോ? തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. ശരിയോ തെറ്റോ? നോക്കാം. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്. ശരിയോ തെറ്റോ? ഇത് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പം അതിന് കഴിയുന്നില്ല എങ്കിൽ സാരമില്ല, ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കതിന് കഴിയും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഒബ്സർവൻസ് ഓഫ് റൂൾസ് ഓഫ് ബിസിനസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റൂൾ ഓഫ് ബിസിനസ്, അതിൻ്റെ ശരിക്കുള്ള നടപടിക്രമങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് ആരാണ്? ഗവർണറാണോ, ചീഫ് മിനിസ്റ്ററാണോ, അഡ്വക്കേറ്റ് ജനറൽ ആണോ, ചീഫ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ? ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ 2 ചോദ്യങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇത് നമ്മൾ സാധാരണ പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ടാണ് ഈ ഏരിയ നമ്മൾ പഠിക്കേണ്ടത്. കാരണം ആ രീതിയിലാണ് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ എന്നൊക്കെ പറയുന്ന പഴയ രീതിയിലുള്ള എന്താ പറയുന്നത്, സാമ്പ്രദായികമായ ആ രീതി ഒന്ന് വിട്ട് നിങ്ങൾ പുതിയ
ഡിസ്ക്രിപ്റ്റീവ് മോഡലിലേക്കൊന്ന് മാറണം. കാരണം ഇപ്പോഴത്തെ ചോദ്യങ്ങളെല്ലാം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ വിശദമായി തന്നെ പഠിച്ചു പോകാം. കാരണം ഓരോ പ്രസ്താവനകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായി തന്നെ പഠിച്ചു പോകാം. നോക്കാം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ ദി സ്റ്റേറ്റ് ഓൺ ദി യൂണിയൻ പാറ്റേൺ. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ബോത്ത് ഇൻ യൂണിയൻ ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിസഭയായാലും സംസ്ഥാന മന്ത്രിസഭയായാലും അത് പാർലമെൻ്ററി സിസ്റ്റത്തിൽ അധിഷ്ഠിതമായിട്ട് ആണ് മുന്നോട്ട് പോകുന്നതെന്ന് ഭരണഘടന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? നോക്കൂ, ഡാഷ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഡാഷ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഏത് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്നത്? എവിടെ? ബോത്ത് ഇൻ യൂണിയൻ ആൻഡ് ഇൻ സ്റ്റേറ്റ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഏത് രീതിയിലുള്ള ഗവൺമെൻറ്റാണ് ഭരണഘടന വിഭാവന ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർലമെൻ്ററി സിസ്റ്റം. പാർലമെൻ്ററി സിസ്റ്റം. ഇന്ത്യ ബോറോഡ് പാർലമെൻ്ററി സിസ്റ്റം ഫ്രം ബ്രിട്ടൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർലമെൻ്ററി സമ്പ്രദായം, ബൈക്യാമറലിസം, ഇതൊക്കെ നമ്മൾ കടം വാങ്ങിയത് ബ്രിട്ടനിൽ നിന്നാണെന്നും കൂടെ ഈ പോയിന്റ് പഠിക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചു. അങ്ങനെ വിശാലമായിട്ട് മനസ്സിലാക്കി പോവുക. ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ഹൂ ഈസ് ദി ഹെഡ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്? ചോദ്യങ്ങൾ, അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ചോദ്യങ്ങളൊക്കെ പഠിച്ചു പോവുക. ഹെഡ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയുടെ തലവനാര്? എവിടെ? സ്റ്റേറ്റിലാണ്. യൂണിയനിലാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സ്റ്റേറ്റാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ടതില്ല. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ ഈസ് ദി റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഇൻ പൊളിറ്റിക്കോ. നോക്കൂ, പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നമ്മുടെ സംസ്ഥാനത്തിൽ ഈ പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ യഥാർത്ഥ തലവനാണ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ഈ പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഈ പൊളിറ്റിക്കോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണ നേതൃത്വം, അതായത് ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം, ഇപ്പോൾ MLA മാർ, മന്ത്രിമാർ തുടങ്ങിയ വിഭാഗം, അവരാണ് പോളിസി ഫോമുലേറ്റ് ചെയ്യുന്നത്. ആ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന വിഭാഗം, ഉദ്യോഗസ്ഥ വൃന്ദം. IAS ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്തിൽ ഈ പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം ഉണ്ട്. എന്താണ്? നയരൂപീകരണം നടത്താനും. നമ്മൾ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ, മന്ത്രിമാർ, അവരെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വിളിക്കുന്നത് പൊളിറ്റിക്കോ എന്ന് പറയുന്ന സിസ്റ്റം. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ്, ശരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് അതാണ് നമ്മൾ പറയുന്നത് പൊളിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം സംസ്ഥാനത്തെ. അതിൻ്റെ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. ഇവിടെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ പല രീതിയിൽ വരാം, മനസ്സിലാക്കി പോവുക. അതാണ് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഹു ഈസ് ദി ഹെഡ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഇൻ ദി സ്റ്റേറ്റ്? ചീഫ് മിനിസ്റ്റർ. He is the real executive authority in the politico administrative system in the state. ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ നേതൃത്വവും അടങ്ങുന്ന ഒരു സിസ്റ്റം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുക. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് and functions in the same way as council of ministers at the center. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, പാർലമെൻ്ററി സിസ്റ്റമാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഉള്ളത്. എങ്ങനെയാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റും പ്രവർത്തിക്കുന്നത്. രണ്ടും പാർലമെൻ്ററി സിസ്റ്റത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ഫങ്ഷൻസ് ഇൻ ദി സെയിം വേ
ആസ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അറ്റ് ദി സെൻറ്റർ. ഒരു മാറ്റവുമില്ല. കേന്ദ്രത്തിലെ മന്ത്രിസഭ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് സംസ്ഥാന മന്ത്രിസഭയും പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? നോക്കാം നമുക്ക്. The principles of parliamentary system of government are not detailed in the constitution. നോക്കൂ, നമ്മൾ ഭരണഘടന പാർലമെൻ്ററി സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നങ്ങനെ ക്ലിയർ ആയിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ 2 ആർട്ടിക്കിളുകളിലൂടെ പാർലമെൻ്ററി സിസ്റ്റം, ഒരു ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 അല്ല, അധികമുണ്ട്. പക്ഷേ ഏറ്റവും പ്രാധാന്യമായി കൊടുത്തിരിക്കുന്ന 2 ആർട്ടിക്കിൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഏതാണ്ട് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ശരിക്ക് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ 2 ആർട്ടിക്കിളുകളിൽ അതുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 163 ആൻഡ് ആർട്ടിക്കിൾ 164. അപ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആർട്ടിക്കിളുകൾ എന്ന് ചോദിച്ചാൽ Article 163 and Article 164. The most important articles relating to State Council of Ministers, Article 163 and Article 164. These 2 articles deal with the parliamentary system of അല്ലെങ്കിൽ the activities of സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ വിശദീകരിക്കുന്നു. നമുക്കൊന്ന് പഠിച്ചു പോകാം ഓരോന്ന്. ആദ്യം നമുക്ക് ഈ ആർട്ടിക്കിൾ തന്നെ എടുക്കാം. ആർട്ടിക്കിൾ 163 ഡീൽസ് വിത്ത് ദി സ്റ്റാറ്റസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഒരുപാട് ചോദ്യ പേപ്പറിൽ ആ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സ്റ്റാറ്റസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ്? സംസ്ഥാന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ സ്റ്റാറ്റസ്, പദവി എന്താണെന്ന് വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 163. അവിടെ വ്യക്തമായി പറയുന്നു എന്താണ് നമുക്ക് വിശദീകരിച്ച് പഠിക്കാം. ഇത് 2 എന്താണെന്ന് പറഞ്ഞിട്ട് ഓരോന്നും വിശദീകരിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇനി ആർട്ടിക്കിൾ 164 ഡീൽസ് വിത്ത് ദി അപ്പോയിൻമെൻറ്റ്, ടെന്യൂർ, റെസ്പോൺസിബിലിറ്റി, ക്വാളിഫിക്കേഷൻസ്, ഓത്ത് ആൻഡ് സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ദി മിനിസ്റ്റേഴ്സ്. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ആർട്ടിക്കിൾ 164 എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ ministers in the state cabinet are appointed under which article? Article 164. The tenure of the council of ministers is stated in which article? 164. Responsibility, qualification, oath and salaries and allowances of ministers are stated in which article? Article 164. ഡീറ്റെയിൽഡ് ആയിട്ട് 2 ആർട്ടിക്കിൾ നമ്മൾ ഒന്നുകൂടെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഓർക്കുക, സ്റ്റാറ്റസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ഈസ് സ്റ്റേറ്റഡ് ക്ലിയർലി ഇൻ ആർട്ടിക്കിൾ 163. ആർട്ടിക്കിൾ 164 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അപ്പോയിൻമെൻറ്റ്, ടെന്യൂർ, റെസ്പോൺസിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഓത്ത് ആൻഡ് സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് മിനിസ്റ്റേഴ്സ്. ക്ലിയർ അല്ലേ? അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനിൽ ഓരോന്നായിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. ഇത് ഈ ആർട്ടിക്കിൾ 163ഉം 164ഉമാണ് പ്രധാനമെന്ന് പറഞ്ഞു. അല്ലാതെയും ചില ആർട്ടിക്കിളുകൾ വരാൻ പോവുകയാണ്. ആദ്യം 163ൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുവെന്ന് നമുക്കൊന്ന് പഠിക്കാം. അതായത് ആർട്ടിക്കിൾ 163 റിലേറ്റിംഗ് ടു സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 163ൽ പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി ഗവർണർ. ഇതാണ് അതിൻ്റെ പ്രധാന അടിസ്ഥാനപരമായ പോയിന്റ്. There shall be a council of ministers. There shall be a council of ministers headed by chief minister to aid and advise the governor. ഒരു സംസ്ഥാനത്ത് ഗവർണറെ, ഭരണഘടനാ തലവനായ ഗവർണർക്ക് ഉപദേശം നൽകാനും ഗവർണറെ സഹായിക്കാനുമായി ആ സംസ്ഥാനത്ത്
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന ആർട്ടിക്കിൾ വ്യക്തമായിട്ട് പഠിക്കുക. ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ ഇൻ ദി സ്റ്റേറ്റ്. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. സംസ്ഥാന ഗവർണർക്ക് അപ്പോഴപ്പോൾ ഉപദേശങ്ങൾ നൽകാനും ഗവർണറെ സഹായിക്കുവാനും ഗവർണറുടെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നതിനും വേണ്ടി ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് ഈ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ അല്ലെങ്കിൽ വിച്ച് ആർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ടു അഡ്വൈസ് ആൻഡ് ടു എയ്ഡ് ഗവർണർ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 163 എന്ന് തന്നെ പറയണം. ദർ ഷാൽ ബി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ചീഫ് മിനിസ്റ്റർ ആസ് എ ഹെഡ് ഓഫ് ആസ് ദി ഹെഡ്. ഇപ്പോൾ പറഞ്ഞാണ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദി ഗവർണർ ഇൻ ദി എക്സസൈസ് ഓഫ് ഹിസ് ഓർ ഹെർ ഫംഗ്ഷൻ എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് he or she is required to exercise her functions in his or her discretion. കേട്ടോ, അതായത് ഒരു there shall be a council of minister headed by chief minister in a state to aid and advise governor except എന്താ പറയുന്നത്? the except the functions in his discretion എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. അവിടെ കയറി ഉപദേശിക്കാനുള്ള അവകാശം ആർക്കില്ല? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനില്ല. അപ്പം ഗവർണറുടെ വിവേചന അധികാരം ഒഴികെയുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ ഉപദേശിക്കാനും സഹായിക്കുവാനും ഉള്ള ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാ സംസ്ഥാനത്തും ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 163. ഓർക്കണം, എക്സെപ്റ്റ് ഹിസ് ഡിസ്ക്രിഷൻ പവർ. അവിടെ തുടരുത്. വിവേചനാധികാരം, ഗവർണർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളൊരു അധികാരമുള്ള ചില കാര്യങ്ങളുണ്ട്. അവിടെ കയറി ഉപദേശിക്കാൻ പോകരുത്. അതൊഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഗവർണർക്ക് ഉപദേശങ്ങൾ നൽകണം. അത് പിന്നെ നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് ഗവർണറുടെയും ഡ്യൂട്ടിയാണ്. അതാണ് ആർട്ടിക്കിൾ 163 പറയുന്നത്. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം ഗവർണറെ ഉപദേശിക്കാനായിട്ട്. ഏതൊഴികെ? അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണൽ പവറുള്ള ആക്ടിവിറ്റീസ് ഒഴികെ. നോക്കൂ, ഇതാണ് ആർട്ടിക്കിൾ 163(1) പറയുന്നത്. 163(2) പറയുന്നത്, നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണേ, 163(2) അങ്ങനെ ഈ 2 എന്നൊക്കെ ഇട്ടേക്കണം, അങ്ങനെ പഠിക്കണം. അവിടെ പറയുന്നത് ഇഫ് എനി ക്വസ്റ്റ്യൻ അറൈസസ് വെദർ ദി മാറ്റർ ഫോൾ വിത്തിൻ ദി ഗവർണേഴ്സ് ഡിസ്ക്രിഷൻ ഓർ നോട്ട്, ദി ഡിസിഷൻ ഓഫ് ഗവർണർ ഷാൽ ബി ഫൈനൽ. നോക്കൂ, ഒരു വിഷയം വന്നു, ഗവർണർക്ക് അവിടെ ഡിസ്ക്രിഷണൽ പവർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഗവർണറുടെ തീരുമാനം തന്നെയാണ് ഫൈനലായിട്ട് വരുന്നത്. ഒരിക്കലും അത് കോടതിയിൽ പോകാൻ പറ്റില്ല. ഗവർണർക്ക് ഇതിന് അധികാരമുണ്ടോ എന്നൊന്നും പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും ഗവർണർക്ക് ഒരു ഡിസ്ക്രിഷണൽ പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ഗവർണറുടെ ഡിസിഷൻ ആയിരിക്കും ഫൈനലായി വരുന്നത്. ഇഫ് എനി ക്വസ്റ്റ്യൻ അറൈസസ് വെദർ എ മാറ്റർ ഫോൾസ് വിത്തിൻ ദി ഗവർണേഴ്സ് ഡിസ്ക്രിഷൻ ഓർ നോട്ട്, ദി ഡിസിഷൻ ഓഫ് ദി ഗവർണർ ഷാൽ ബി ഫൈനൽ. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റിസിബിൾ എന്നൊക്കെ പറയും, കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അത് റോങ് ആൻസറാണ്. സ്റ്റേറ്റ്മെൻറ്റ് റോങ് എന്ന് പറയണം. അവിടെ ഡിസിഷൻ ആരെയാണ് ഫൈനലായിട്ട് വരുന്നത്? അത് ഗവർണറുടെ തന്നെയാണ്. ഇതാണ് 163(2) പറയുന്നത്. ഇനി നോക്കൂ, 163 ആർട്ടിക്കിൾ 163(3) പറയുന്ന എന്താണ്? ദി അഡ്വൈസ് ടെൻഡേർഡ് ബൈ മിനിസ്റ്റർ ടു ഗവർണർ ഷാൽ നോട്ട് ബി എൻക്വയർഡ് ഇൻ ടു എനി കോർട്ട്. നോക്കൂ, മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നൽകുന്ന ഉപദേശവുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയിലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ഈ ഉപദേശം ഗവർണർക്ക് കൊടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉപദേശം നൽകിയില്ല, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഉപദേശമാണ് നൽകേണ്ടത്, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നും കോടതി ഇടപെടാറില്ല. നോക്കൂ, അഡ്വൈസ് റെൻഡേർഡ് ബൈ മിനിസ്റ്റേഴ്സ് ടു ഗവർണർ ഷാൽ നോട്ട് ബി എൻക്വയർഡ് ഇൻ ടു
എനി കോർട്ട്. നോക്കൂ, നമ്മുടെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഗവർണർക്ക് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് അത് സീക്രട്ട് ഗവർണർക്ക് നൽകുന്ന ഉപദേശമാണ്. വേറെ ആർക്കും അതിൽ ഇടപെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഉപദേശത്തിനെതിരെ കോടതിയിലൊന്നും പോകാൻ പറ്റില്ല. ആർട്ടിക്കിൾ 163(3) പറയുന്നത് അത്രയും കാര്യങ്ങൾ ഓർക്കണേ. ആർട്ടിക്കിൾ 163 1, 2, 3 ക്ലിയർ ആയോ? മനസ്സിലായോ? അത് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് ഗവർണറെ ഉപദേശിക്കാനായിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം. ഏതൊക്കെ കാര്യങ്ങൾ ഗവർണർ ഉപദേശിക്കാം? ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഏതൊഴികെ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണൽ പവർ ഒഴികെ ബാക്കിയുള്ള. അതാണ് 1 പറയാം. 2 എന്താണ് പറയുന്നത്? എവിടെയെങ്കിലും ഗവർണർ ഡിസ്ക്രിഷണൽ പവറുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഗവർണറുടെ തീരുമാനമായിരിക്കും ഫൈനൽ. അതാണ് 2 പറയുന്നത്. ഇനി ഗവർണർക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നൽകുന്ന ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു രീതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് 163(3) പറയുന്നു. നോക്കൂ, ആർട്ടിക്കിൾ 164 164 അതർ പ്രൊവിഷൻസ് ടു മിനിസ്റ്റേഴ്സ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അതർ പ്രൊവിഷൻസ് മിക്കവാറുമുള്ള എല്ലാ കാര്യം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ്, ടെന്യുവർ, സാലറീസ് ആൻഡ് അലവൻസസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് അതർ പ്രൊവിഷൻ. മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ഒരുപാട് കാര്യങ്ങൾ അവിടെ വരും. ഒരുപാട് OMR ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്, നമുക്കത് കണ്ടുപിടിക്കാം. ദി ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ. അതാ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഹൂം? ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതാര്? ഗവർണർ. എന്നാൽ മറ്റ് മിനിസ്റ്റേഴ്സിനെയോ? ആൻഡ് ദി അതർ മിനിസ്റ്റേഴ്സ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ. സംസ്ഥാനത്തെ മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണർ തന്നെ, പക്ഷേ ഓൺ ദി അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്ററുടെ അഡ്വൈസ് പ്രകാരം. അപ്പോൾ അവിടെ 2 ചോദ്യങ്ങളുണ്ട്. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആർ അപ്പോയിൻറ്റഡ് ബൈ ഹൂം? ഗവർണർ. മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ ഓൺ ദി അഡ്വൈസ് ഓഫ് ഹൂം? ചീഫ് മിനിസ്റ്റർ. ചോദ്യങ്ങൾ പഠിച്ചു പോകണേ. ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ. ഓൾ അതർ മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ് ആർ also appointed by the governor on the advice of chief minister. ക്ലിയർ അല്ലേ? ഇത് പറയുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 164. അപ്പോൾ അവിടെ എങ്ങനെ ചോദ്യം വരാം? ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 164. നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ പഠിച്ചു വയ്ക്കണം. ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. അല്ല ചുമ്മാ ചില ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞു പോയാൽ അത് പോരാ. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ അത്രയും വിശാലമായി തന്നെ പഠിച്ചു പോകണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഗുണകരമായിരിക്കും. എന്നിട്ട് അതിനിടയിൽ നിന്ന് ഞാൻ ഓരോന്ന് പെറുക്കി തരുന്നുണ്ട്, ഓരോ OMR ചോദ്യങ്ങൾ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ശരി, അപ്പം ഗവർണറാണ് ആരെ നിയമിക്കുന്നത്? ചീഫ് മിനിസ്റ്ററെ. എന്നാൽ സ്റ്റേറ്റിലെ മറ്റ് മിനിസ്റ്റേഴ്സിനെ നിയമിക്കുന്ന ആര്? ഗവർണർ തന്നെയാണ്. ആരുടെ അഡ്വൈസ് പ്രകാരം? ചീഫ് മിനിസ്റ്ററുടെ അഡ്വൈസ് പ്രകാരം. ഹവർ ഇൻ ദി സ്റ്റേറ്റ്, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ദി സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് ആൻഡ് ഒഡീസ, there shall be a minister in charge of tribal welfare. ശ്രദ്ധിക്കണം, ട്രൈബൽ വെൽഫെയർ. ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഇന്ത്യയിൽ ട്രൈബൽ വെൽഫെയറിന് പ്രത്യേക ഒരു മിനിസ്റ്റർ ആവശ്യമുണ്ടെന്ന് ഭരണഘടനാപരമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഉള്ളത്? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ദി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ മസ്റ്റ് ഹാവ് എ സെപ്പറേറ്റ് മിനിസ്റ്റർ ഫോർ ട്രൈബൽ വെൽഫെയർ. നമ്മുടെ ഇവിടെയും പട്ടികജാതി വകുപ്പുണ്ട്, നമുക്കറിയാം. പട്ടികജാതി വകുപ്പ് നമ്മുടെ മന്ത്രിസഭയിലുണ്ട്, അതിലൊരു മിനിസ്റ്റർ വരുന്നുണ്ട്. പട്ടികവർഗത്തിന് എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, പട്ടികജാതി പട്ടികവർഗം എന്ന് തന്നെയാണ് ഒരുമിച്ച് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ചില സംസ്ഥാനങ്ങളിൽ ട്രൈബൽ വിഭാഗം കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ആ ട്രൈബൽ വിഭാഗത്തിന് പ്രത്യേകിച്ച് ഒരു മന്ത്രി ഉണ്ടായിരിക്കണം, ട്രൈബൽ വിഭാഗത്തിൻ്റെ ട്രൈബൽ വെൽഫെയറിന് വേണ്ടിയിട്ട്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ, 4 സംസ്ഥാനം. നേരത്തെ 5 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, 1 ഒഴിവാക്കി ഒരു ഭേദഗതിയിലൂടെ. അതും കൂടെ ഞാൻ പറയാം. നോക്കൂ, അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് ആൻഡ് ഒഡീഷ, there shall be a minister in charge
of tribal welfare who may in addition be charge of the welfare of scheduled caste, backward classes or any other works. അവർ പട്ടിക ജാതിക്കാരുടെയും മറ്റ് പിന്നോക്കക്കാരുടെയും കൂടെ ചാർജ് ഉണ്ടായിരിക്കും ആ മിനിസ്റ്ററിന് എന്നേ പറയുന്നുള്ളൂ. ഇവിടെ നേരത്തെ 5 എണ്ണം ഉണ്ടായിരുന്നു. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ ആൻഡ് ബീഹാർ എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ദി സ്റ്റേറ്റ് ഓഫ് ബീഹാർ വാസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദിസ് പ്രൊവിഷൻ ബൈ 94th അമെൻമെന്റ് ആക്ട് ഓഫ് 2006. ഇവിടെ 2 ചോദ്യമുണ്ട്. ദി സ്റ്റേറ്റ് which was excluded from the list of the states having a tribal welfare minister. ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റർ ആവശ്യമാണെന്ന് പറയുന്ന ഒരു സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് ബീഹാർ എന്ന സംസ്ഥാനത്തെ ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി വിച്ച് അമെൻമെന്റ് ആക്ട് എക്സ്ക്ലൂഡഡ് ദി സ്റ്റേറ്റ് ഓഫ് ബീഹാർ ഫ്രം ദി ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് ഹാവിങ് എ സെപ്പറേറ്റ് ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബീഹാറാണ്. അത് ഏത് അമെൻമെൻ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? 94th അമെൻമെന്റ് ആക്ട് 2006. 2006 94ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ബീഹാറിനെ അതിൽ നിന്ന് ഒഴിവാക്കി. ബാക്കി ഇപ്പം 4 സംസ്ഥാനങ്ങൾക്കാണ് സെപ്പറേറ്റ് ട്രൈബൽ വെൽഫെയർ മിനിസ്റ്റർ ആവശ്യമായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഇത് നോക്കൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇത്? ആർട്ടിക്കിൾ 164(1) ആണ് അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ആർട്ടിക്കിൾ 164 ആണ്. ആർട്ടിക്കിൾ 164(2) ആണ്. അതിൽ 2-ൽ പറയുന്നത് ദി ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഇൻ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അമെൻമെൻ്റൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതായത് ഏത് അമെൻമെൻ്റാണ്? 91st അമെൻമെന്റ് ആക്ട് 2003 ആണ്. മറക്കരുത്. ഈ അമെൻമെൻറ്റിലൂടെ എന്താ ഒരു നിയമം കൊണ്ടുവന്നത്? നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് നമ്മൾ ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് അത് സംസ്ഥാനത്തും ബാധകമാണ്. ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സെൻട്രൽ ക്യാബിനറ്റ് ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലോക്സഭ. ലോകസഭയിലെ മൊത്തം അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ. അത് അതേപടി ഇവിടെയും നിങ്ങൾ ആപ്ലിക്കബിൾ ആണെന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ആകുമ്പോൾ സ്റ്റേറ്റിൽ എന്ത് പറയാം? ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. സംസ്ഥാന നിയമസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം. ഉദാഹരണം നിങ്ങൾ നോക്കൂ. നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഇപ്പോൾ എത്ര നിയമസഭാ സീറ്റുകളുണ്ട്? കേരള അസംബ്ലിയിൽ 140. 140ൻ്റെ 15% എന്ന് പറയുന്നത് 21 കിട്ടും അല്ലേ? 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല കേരളത്തിലെ മന്ത്രിമാരുടെ എണ്ണം. വി ഡി സതീശൻ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്, UDFൻ്റെ. വി ഡി സതീശൻ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഇപ്പോൾ എത്ര പേരാണ് ഉള്ളത്? 21. അത്രേ ആകാവൂ. അതിലപ്പുറമാകരുത്. കുറയ്ക്കാം. 15 ആയാലും കുഴപ്പമില്ല, 18 ആയാലും കുഴപ്പമില്ല, 20 ആയാലും കുഴപ്പമില്ല. 21-ലപ്പുറമാകരുത്. അത് 164(2) വളരെ വ്യക്തമായി പറഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഇൻ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ഷാൽ നോട്ട് എക്സീഡ് 15% ഓഫ് ദി സ്ട്രെങ്ത് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ബട്ട് ദി നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഇൻ ദി സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 12. അങ്ങനെയുണ്ട്. കുറഞ്ഞത് 12 പേരാകാം, അതിൽ കുറയാനും പാടില്ല. ഒരു മന്ത്രിസഭ, ഒരു സംസ്ഥാനത്തെ മൊത്തം അവിടെയുള്ള അംഗങ്ങൾ എടുത്ത് അതിൻ്റെ 15% എടുത്തപ്പം അത് 12-ലും താഴെയായി പോയാൽ
12 വരെ ആകാം. അവിടെ പിന്നെ ആ നിയമം നോക്കണ്ട. കുറഞ്ഞത് 12 വരെ ആകാം, അതിൽ താഴാൻ പാടില്ല. 12 വരെ ആകാം കുറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകളും കൊണ്ടുവന്ന് ദിസ് പ്രൊവിഷൻ വാസ് ആഡഡ് to the Constitution by 91st Amendment Act 2003. അതുകൊണ്ടാണ് 91st Amendment ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു അമെൻമെൻറ്റ് കൂടിയാണ് കൂടെ നിങ്ങൾ പഠിച്ചോളുക. കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ടായിരിക്കാം ചോദിക്കുന്നത്, ചിലപ്പം സ്റ്റേറ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടായിരിക്കാം ചോദിക്കുന്നത്. രണ്ടിനും ബാധകമാണ് ഈ 91st Amendment ആക്ടിലൂടെ വന്ന പ്രൊവിഷൻ. കേന്ദ്രമന്ത്രിസഭയിലാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആകെ മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ ആകെ അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ പറയും എന്താണ്, സംസ്ഥാന നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ. മനസ്സിലാകുന്നുണ്ടോ ഇത്രയും? പക്ഷേ അവിടെ ഒരു മിനിമം നമ്പറൂടെ നോക്കാം. ഒരു സംസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞ മന്ത്രിമാരുടെ എണ്ണം, നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ എ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദിസ് അമെൻമെൻറ്റ് ആക്ട് ഈസ് 12. 12 ആകാം. ഇപ്പോൾ ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം എടുത്ത് 15% എടുത്തപ്പോൾ 8 പേരേ വരുന്നുള്ളൂ. 4 പേരും കൂടെ ആകാം. അവിടെ 4 പേരെ കൂടെ എടുക്കണം. കുറഞ്ഞത് 12 പേര്. പക്ഷേ കൂടാൻ പാടില്ല 21 എന്ന് പറയുന്നത് 164(2) ആർട്ടിക്കിൾ 164(1) അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, അതാണ് കൂടുതൽ അവിടെ പ്രാധാന്യത്തോട് കൊടുത്തത്. 2 മന്ത്രിസഭയുടെ ആ വലിപ്പത്തെക്കുറിച്ചാണ് 2 പറയുന്നത്. മനസ്സിൽ പതിപ്പിച്ച് പോവുക. ഇനി 3 നോക്കൂ. ആർട്ടിക്കിൾ 164(3) അങ്ങനെ പഠിക്കണേ. 164(3) എന്താ പറയുന്നത്? എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബിലോങ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി ഹു ഈസ് ഡിസ്ക്വാളിഫൈഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ shall also be disqualified to be appointed as the minister. നോക്കൂ, ഏതെങ്കിലും ഒരു സഭയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലാകാം, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആകാം. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള അംഗവും കൗൺസിലെ അംഗത്തിനും അസംബ്ലിയിലെ അംഗത്തിനും മന്ത്രിയാകാമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്രത്തിലെ കാര്യം പറഞ്ഞതുപോലെ സംസ്ഥാന നിയമസഭയിലെ അംഗത്തിനും നമുക്ക് നിയമസഭയേ ഉള്ളൂ. അല്ലാതെ കൗൺസിലുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ കൗൺസിൽ അംഗങ്ങൾക്കും മന്ത്രിസഭയിൽ മന്ത്രിയാകാം. പക്ഷേ ഈ ഒരു കൗൺസിലിലെ ഒരംഗത്തിന് കൂറുമാറ്റം കാരണം അയോഗ്യത പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരംഗത്തിന് കൂറുമാറ്റം കാരണം സ്പീക്കർ എന്ത് പ്രഖ്യാപിക്കുന്നു? അയോഗ്യത കൽപ്പിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലെയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയോ ഏതെങ്കിലും ഒരംഗത്തിന് അയോഗ്യത കൽപ്പിച്ചാൽ ആ വ്യക്തിക്ക് മന്ത്രിയാകാനും അയോഗ്യത ഉണ്ടായിരിക്കും. അംഗമേ അല്ല, പിന്നെ മന്ത്രിയാകാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ ഒരു പ്രശ്നം, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിക്കും, പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ട്. അംഗമല്ലെങ്കിലും മന്ത്രിയാകാമല്ലോ 6 മാസം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയോഗ്യയായ ഒരാളെ 6 മാസം വരെ മന്ത്രിയാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ പറ്റുകയില്ല. ഒരു അയോഗ്യത കൽപ്പിച്ച ഒരാളിന് ഒരു കാരണവശാലും മന്ത്രിയാകാനും പറ്റില്ല. അവിടെയും അയോഗ്യത ബാധകമായി വരും. അപ്പോൾ 3 പറയുന്നത്, ആർട്ടിക്കിൾ 164(3) പറയുന്നത് എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബിലോങ്ങിങ് ടു എനി പൊളിറ്റിക്കൽ പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള നമ്മുടെ സംസ്ഥാന കൗൺസിലോ സംസ്ഥാന നിയമസഭയിലോ ഉള്ള ഒരംഗം, ഒരു MLA, അയാൾ എന്ത് ചെയ്യാണ്? ഹു ഈസ് ഡിസ്ക്വാളിഫൈഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ. ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ മീൻസ് കൂറുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു അയോഗ്യത നേരിട്ട് കഴിഞ്ഞാൽ ഹി ഈസ് ആൾസോ ബി ഡിസ്ക്വാളിഫൈഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് മിനിസ്റ്റർ. ഒരു മിനിസ്റ്റർ ആകാനും കഴിയില്ല. അവിടെ പിന്നെ 6 മാസം ഇരുന്നോട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഡിസ്ക്വാളിഫൈഡ് ആയ വ്യക്തിക്ക് സഭയിലെ അംഗത്വം ഇല്ലാതെ പോയ അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ഏത് കാരണത്താൽ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നത്, ഏത് കാരണത്താൽ? ഡിഫെക്ഷൻ കാരണം, കൂറുമാറ്റം കാരണം സഭാംഗം അല്ലാതായി മാറിയ
അയോഗ്യനായി മാറിയ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും മന്ത്രിയാകാനും കഴിയില്ല, മന്ത്രിയാകുന്നതിനും അയോഗ്യത ഉണ്ടായിരിക്കും. ഇത് പറയുന്നതും 91st അമെൻമെൻറ്റ് ആക്ട് 2003 നേരത്തെ മന്ത്രിസഭയുടെ പരമാവധി വലിപ്പം പറഞ്ഞ ഒരു അമെൻമെൻ്റ് ആയിരുന്നല്ലോ 91. അതുകൊണ്ടാണ് ഈ പ്രശ്നവും കൂറുമാറ്റം കാരണം ആരെങ്കിലും ഒരു അംഗമായി അയോഗ്യത നേരിടുന്നു എങ്കിൽ അയാൾക്ക് മന്ത്രിയാകാനും പറ്റില്ല എന്ന് പറയുന്നത് 91st അമെൻമെൻറ്റ് ആക്ട് 2003 തന്നെയാണ്. അതുകൊണ്ടാണ് പലതവണയും ഒരു ചോദ്യം വരാം, വിച്ച് അമെൻമെൻറ്റ് ആക്ട് സ്ട്രെങ്തൺ ദി ആൻറ്റി ഡിഫെക്ഷൻ ലോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തിപ്പെടുത്തുന്നത്? എല്ലാവരും എഴുതി വയ്ക്കും 52ാം ഭേദഗതി. 52ാം ഭേദഗതി കൂറുമാറ്റം നടപ്പിലാക്കിയതാണ്. കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1985 52nd അമെൻമെൻറ്റിലൂടെയാണ്. എന്നാൽ ആ ആക്ടിനെ ഒന്ന് സ്ട്രെങ്തൺ ചെയ്യുക, അതിനെ ഒന്ന് എന്താ പറയുന്നത്, ശക്തി പകരുന്ന ഒരു അമെൻമെൻറ്റാണ് 91st അമെൻമെൻറ്റ് ആക്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രീവിയസ് ചോദ്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക, ഇങ്ങനെയൊക്കെ പഠിച്ചു പോവുക. ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, നോക്കൂ, അമെൻമെൻറ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ദി ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികളേവ. ഗ്രൂപ്പായിട്ട് ഈ രണ്ടായിരുന്നു ആൻസർ കൊടുത്തിരുന്നത്. അതിൽ ആൻസർ എന്തായിരുന്നു അറിയോ? 52nd അമെൻമെൻറ്റ് ആക്ട് ആൻഡ് 91st അമെൻമെൻറ്റ് ആക്ട്. അല്ലെങ്കിൽ അത് കൊടുത്തിരുന്നതാണ് 52nd അമെൻമെൻറ്റ് ആക്ട്, 91st അമെൻമെൻറ്റ് ആക്ട്, വേറെ 2 കൊടുത്തത്. അപ്പോൾ 1ഉം 2ഉമാണ് ആൻസർ. ഇത് രണ്ടും കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് കൂറുമാറ്റം നടപ്പിലാക്കിയതാണ് 52nd അമെൻമെൻറ്റ് ആക്ട്. 91st അമെൻമെൻറ്റ് ആക്ട് കൂറുമാറ്റത്തെ സ്ട്രെങ്തൺ ചെയ്യുന്ന, കൂറുമാറ്റ നിരോധന നിയമത്തെ, കൂറുമാറ്റത്തെ അല്ല, കൂറുമാറ്റ നിരോധന നിയമത്തെ എന്ത് ചെയ്യുന്നത്, സ്ട്രെങ്തൺ ചെയ്യുന്നതാണ് 91st അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ, അമെൻമെൻറ്റ് ആക്ട്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികളേവ 52nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1985 ആൻഡ് 91st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2003. പഠിക്കണേ, അത് രണ്ടും കാരണം ഒന്ന് കൂറുമാറ്റ നിരോധന നിയമം നടപ്പിലാക്കിയത് 52nd അമെൻമെൻറ്റ് ആക്ട്, ഒന്ന് കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തിപ്പെടുത്തുന്നത് 91st അമെൻമെൻറ്റ് ആക്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതും കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചു പോകണേ എല്ലാം. നോക്കൂ അടുത്തത്, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 164(4) ആണ്. അതിൽ 4, ദി മിനിസ്റ്റർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ഗവർണർ. നമുക്ക് ഈസി ആയിട്ട് പറയാവുന്നതാണ്. ഗവർണറുടെ താല്പര്യപ്രകാരം, ഗവർണർക്ക് താല്പര്യമുള്ളിടത്തോളം കാലം ഒരു മിനിസ്റ്റർക്ക് തുടരാം. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്ന് പറഞ്ഞാൽ ആ പീരീഡിനുള്ളിൽ, അല്ലാതെ ഗവർണറാണ് മാറ്റേണ്ടത്, ഇടയ്ക്ക് വെച്ച് മാറ്റേണ്ടത് ഗവർണറാണ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഗവർണറുടെ പ്ലഷർ അനുസരിച്ച് ഒരു മന്ത്രിക്ക് മന്ത്രിസഭയിൽ തുടരാൻ കഴിയും എന്ന് പറയുന്നത് 164(4). അപ്പോൾ ആർട്ടിക്കിൾ 164(5) എന്താ പറയുന്നത്? ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. ശ്രദ്ധിക്കണം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആരോടാണ് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത്? എന്നിട്ട് ഓപ്ഷനിൽ വരും ഗവർണറോട്, മുഖ്യമന്ത്രിയോട്, സംസ്ഥാന കൗൺസിലിനോട്, സംസ്ഥാന അസംബ്ലിയോട്. സംസ്ഥാന അസംബ്ലിയോടാണ് കേട്ടോ. മന്ത്രിസഭയ്ക്ക് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് ആരോടാണ്? ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ. കൂട്ടുത്തരവാദിത്വമാണ്. ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഒരു മോശപ്പെട്ട പ്രവൃത്തി എല്ലാവരെയും ബാധിക്കുമെന്നർത്ഥം. ഒരാൾ മാറി നിന്നുകൊണ്ട് ഞാൻ ഏറ്റവും മിടുക്കനാണ്, ഞാനിതിലൊന്നും ഏർപ്പെട്ട ആളല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു മിനിസ്റ്ററി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂട്ടുത്തരവാദിത്വമാണ്. ആരുടെ മുമ്പിലാണ് കൂട്ടുത്തരവാദിത്വമുള്ളത്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പിൽ, നിയമസഭയോടാണ് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത്. ഗവർണറോടല്ല, മുഖ്യമന്ത്രിയോടല്ല, ആരോടെങ്കിലുമല്ല, നിയമസഭയോട് ആണ് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 164(5). ക്ലിയർ അല്ലേ?
അടുത്ത 164, ആർട്ടിക്കിൾ 164(6), ദി ഗവർണർ ഷാൽ അഡ്മിനിസ്റ്റർ ദി ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് സീക്രസി ടു എ മിനിസ്റ്റർ. ഇതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എ മിനിസ്റ്റർ ടേക്സ് ഓത്ത് ബിഫോർ ഹൂം? ആരുടെ മുമ്പിലാണ് ഒരു മന്ത്രി, സംസ്ഥാന മന്ത്രി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്, സംസ്ഥാന മന്ത്രി ആരുടെ മുമ്പിലാണ് സത്യവാചകം ചൊല്ലേണ്ടത്? ഗവർണറുടെ മുമ്പിൽ. ഓത്ത് ഓഫ് ഓഫീസ് ഓഫ് മിനിസ്റ്റർ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഹൂം? ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് മുഖ്യമന്ത്രിയായാലും മറ്റ് മന്ത്രിമാരായാലും അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. ഇത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 164(6) പറയുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ ആർട്ടിക്കിളും അതിൽ പറയുന്ന കണ്ടന്റും പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം. അടുത്തത് ആർട്ടിക്കിൾ 164(7). 164(7) പറയുന്നു, നോക്കൂ. എ മിനിസ്റ്റർ ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ എനി പീരീഡ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് മന്ത്സ് ഷാൽ സീസ് ടു ബി എ മിനിസ്റ്റർ. അതായത് ഒരു മിനിസ്റ്റർ ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ എയ്തർ ഹൗസ് ഓഫ് ലെജിസ്ലേച്ചർ, കൗൺസിലാകാം, അസംബ്ലിയിലാകാം. സംസ്ഥാന കൗൺസിലോ സംസ്ഥാന അസംബ്ലിയിലോ അംഗമല്ലാത്ത ഒരാൾക്ക് 6 മാസം വരെ എന്താകാം? മന്ത്രിയായി പ്രവർത്തിക്കാം. 6 മാസം കഴിയുമ്പോൾ അയാളുടെ മന്ത്രി സ്ഥാനം നഷ്ടമാകും. സീസസ് ടു ബി എ. നോക്കൂ, ആഫ്റ്റർ എനി പീരീഡ് ഓഫ് 6 കോൺസിക്യൂട്ടീവ് മന്ത്സ് ഷാൽ സീസ് ടു. എപ്പോഴാണ്? അതായത് എ മിനിസ്റ്റർ ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ക്യാൻ ബിക്കം എ മിനിസ്റ്റർ. അല്ലെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് നോട്ട്, നിങ്ങൾ നോക്കൂ, എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ബിക്കം എ മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ് ഫോർ ദി പീരീഡ് ഓഫ് 6 months only. Within this 6 months, he must be a member of either house of legislature. ഈ ലെജിസ്ലേച്ചറിൻ്റെ ഏതെങ്കിലും ഒരു സഭയിൽ, കൗൺസിലോ അതുപോലെ തന്നെ അസംബ്ലിയിലോ അംഗമായിരിക്കണം. ഇല്ലെങ്കിൽ അയാളുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്ന് പറയുന്നതാണ് 7. ഈ കണ്ടന്റുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആർട്ടിക്കിൾ അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും ഒന്ന് ഓർത്ത് വെച്ചോളൂ. പക്ഷേ ഈ കണ്ടന്റുകൾ ഒന്നും മറക്കരുത്. ഈ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലുണ്ടാകണം. അതിനോടൊപ്പം കണക്ട് ചെയ്ത് ആ ആർട്ടിക്കിളും കൂടി പഠിക്കാൻ നിങ്ങൾ കഴിഞ്ഞാൽ സേഫായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. തീർന്നില്ല. ആർട്ടിക്കിൾ 164(8) 8 പറയുന്നു, നോക്കൂ. ദി സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ ഡാഷ്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ. സംസ്ഥാന മന്ത്രിസഭാ അംഗങ്ങളുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നതാര്? സംസ്ഥാന നിയമസഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമസഭയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും പാർലമെൻ്റ് എന്ന് പറയരുത്. അതാരുടെ? അത് യൂണിയൻ മിനിസ്റ്റേഴ്സിൻ്റെ സാലറീസ് ആൻഡ് അലവൻസസ് ആണ്. സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ബി ഡിറ്റർമൈൻഡ് ബൈ ഗവർണർ എന്ന് പറഞ്ഞു കളയരുത്. അറിയാതെ പറഞ്ഞു പോകും നമ്മൾ. ഒരിക്കലുമല്ല. സംസ്ഥാന മന്ത്രിമാരുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും സംസ്ഥാന നിയമസഭയാണ് തീരുമാനമെടുക്കുന്നത്. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അവകാശം സംസ്ഥാന നിയമസഭയാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് അതാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് 2 ആർട്ടിക്കിളുകളാണ് സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട മേജറായിട്ടുള്ള പോയിന്റുകൾ വരുന്നത്. ആർട്ടിക്കിൾ 163 ആർട്ടിക്കിൾ 164. അതിൽ ഏറ്റവും കൂടുതൽ കാര്യം അതർ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് 164 ആണ്. 163 ഗവർണർക്ക് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്നാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും, മന്ത്രിമാരുടെ അപ്പോയിൻമെൻറ്റ്, ടെന്യുവർ, അവരെ ഓത്ത് ഓഫ് ഓഫീസ്, സാലറീസ് ആൻഡ് അലവൻസസ്, ഇതെല്ലാം വന്നത് ആർട്ടിക്കിൾ 164 ക്ലിയർ അല്ലേ? അപ്പം വ്യക്തമായി പഠിക്കുക. നോക്കൂ, ഇനി ആർട്ടിക്കിൾ 166 കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇനി പറയുന്നത്. ആർട്ടിക്കിൾ 166 സംസ്ഥാന മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ, കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ. അതിലൊന്ന് പറയും, നോക്കൂ. ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് സ്റ്റേറ്റ് ഷാൽ ബി എക്സ്പ്രസ്ഡ് ടു ബി ടേക്കൺ ഇൻ ദി നെയിം ഓഫ് ഗവർണർ.
നമുക്കറിയാം, നമ്മൾ യൂണിയൻ ഗവൺമെൻറ് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഓൾ ദി എക്സിക്യൂട്ടീവ് ആക്ഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ഇൻ ദി നെയിം ഓഫ് ഗവർണർ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെ പേരിലായിരിക്കണം? ഗവർണറുടെ പേരിലായിരിക്കണം. 2 പറയുന്നത് ഓർഡേഴ്സ് ആൻഡ് അതർ ഇൻസ്ട്രുമെൻറ്റ്സ് മെയ്ഡ് and executed in the name of governor shall be authenticated in such manner as may be specified in rules to be made by the governor. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗവർണറുടെ പേരിലാണ് നടത്തേണ്ടത്. ഗവർണറുടെ പേരിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഗവർണർ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗവർണർ തീരുമാനിക്കുന്ന നിയമപ്രകാരമായിരിക്കണം, റൂൾ പ്രകാരമായിരിക്കണം അത് ആതൻറ്റിക്കേഷൻ വരേണ്ടത്. അതായത് ഇപ്പം എല്ലാ പേപ്പറുകളും ഗവർണറുടെ പേരിൽ ഗവർണർക്ക് എല്ലാം ഒപ്പുവയ്ക്കാൻ പറ്റില്ല. ഗവർണർക്ക് വേണ്ടി സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ആരെങ്കിലുമൊക്കെ ബൈ ദി ഓർഡർ ഓഫ് ഗവർണർ എന്നൊക്കെ പറഞ്ഞാണ് ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് ഗവർണറുടെ റൂൾ അനുസരിച്ച് തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഗവർണറുടെ പേരിൽ എല്ലാ തീരുമാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളും ഗവർണറുടെ പേരിലാണ്. പക്ഷെ അങ്ങനെ ഗവർണറുടെ പേരിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പം അത് ഗവർണർ നൽകിയ നിയമപ്രകാരം, ഗവർണർ നിശ്ചയിക്കുന്ന റൂൾ പ്രകാരം തന്നെയായിരിക്കണം അത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അടുത്ത് നോക്കൂ, ദി ഗവർണർ ഷാൽ മേക്ക് റൂൾ ഫോർ ദി മോർ കൺവീനിയൻറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ദി ബിസിനസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ദി സ്റ്റേറ്റ്. അത് ഒന്നുമില്ല അതിനകത്ത്. അതായത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിന് ഗവർണർ ചില റൂളുകൾ മുന്നോട്ട് വയ്ക്കും. ഗവർണറുടെ പറയുന്ന രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഗവർണർ ചില റൂളുകൾ മുന്നോട്ട് വയ്ക്കും. ആ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന റൂൾ പ്രകാരം കൂടുതൽ സുഗമമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ആൻഡ് ഫോർ ദി അലോക്കേഷൻ എമംഗ് മിനിസ്റ്റേഴ്സ്, ഓരോ മിനിസ്റ്റർമാർ എന്ത് ചെയ്യണമെന്ന് ഒക്കെ ഗവർണർ പറയും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഓരോ ഒരു മന്ത്രിമാർക്കും എന്തൊക്കെ വർക്കുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ഗവർണർ തീരുമാനിക്കും. നോക്കുക, allocation among ministers of the said business in so far it is not business with respect to which governor is required to act his discretion. ഗവർണറുടെ ഡിസ്ക്രിഷൻ പവർ ഒഴികെ അത് ഗവർണറാണ് ചെയ്യേണ്ടത്. ബാക്കി സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ മന്ത്രിമാരും എങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന റൂള് ഉണ്ടാക്കുന്നത് ഗവർണറാണ്. പോർട്ട്ഫോളിയോ ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഗവർണർ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? മന്ത്രിമാർക്ക് വകുപ്പുകളൊക്കെ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഗവർണർ പറയും. ഗവർണറുടെ ഡിസ്ക്രിഷണറി പവർ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾ മേക്ക് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ് ഇതിൽ പറയുന്നത്. അടുത്ത നോക്കൂ, ആർട്ടിക്കിൾ 167 ഡ്യൂട്ടീസ് ഓഫ് ചീഫ് മിനിസ്റ്റർ. ഇത് നമ്മൾ പഠിച്ചതാണ്. ചീഫ് മിനിസ്റ്റർ പഠിച്ചപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ ഡ്യൂട്ടീസ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് എളുപ്പം പറഞ്ഞു പോകാം. പക്ഷേ ഇവിടെയും നമ്മളത് പറഞ്ഞു പോകണം. നമ്മൾ പഠിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഇറ്റ് ഷാൽ ബി ദി ഡ്യൂട്ടി ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ നമുക്ക് നോക്കാം. ടു കമ്മ്യൂണിക്കേറ്റ് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഓൾ ഡിസിഷൻ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിലേറ്റിംഗ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് അഫേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ. നമ്മൾ പഠിച്ചതാണ്, മുഖ്യമന്ത്രി പഠിപ്പിച്ചത്. അതായത് മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും, മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, പുതിയ നിയമനിർമ്മാണ പ്രപ്പോസലുകളും എല്ലാം സമയാസമയം ഗവർണറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അത് മുഖ്യമന്ത്രി ചെയ്യേണ്ടതാണ്. പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകാം. ടു ഫർണിഷ് സച്ച് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് അഫേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ ആസ് ഗവർണർ മേ കോൾ ഫോർ. കണ്ടോ, ഇത് ഗവർണർ പറയാതെ തന്നെ മുഖ്യമന്ത്രി നിർബന്ധമായിട്ടും മന്ത്രിസഭാ തീരുമാനങ്ങളും പുതിയ നിയമനിർമ്മാണ പ്രപ്പോസലുകളും ഒക്കെ ഗവർണറെ അറിയിക്കണം. ഇനി രണ്ടാമത് പറയുന്നത്, ഗവർണർ ആവശ്യപ്പെടുമ്പോൾ
ഇനി അത് പറഞ്ഞില്ല എങ്കിൽ ഗവർണർ ആവശ്യപ്പെടുമ്പോൾ ഇത്തരം വിവരങ്ങൾ ഗവർണർക്ക് നൽകാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഡ്യൂട്ടിയുണ്ട്. അടുത്ത, ഇഫ് ഗവർണർ സോ റിക്വയർസ് to submit for consideration of council of ministers any matter on which the decision has been taken by a minister but which has not been considered by the council. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതായത് ഏതെങ്കിലും ഒരു മന്ത്രി എടുത്ത തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചില്ല എങ്കിൽ, ഒരു മന്ത്രി ഒരു തീരുമാനമെടുത്തു പക്ഷെ അത് മന്ത്രിസഭ അംഗീകരിച്ചില്ല, അപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയോട് പറയും അതൊന്നുകൂടി മന്ത്രിസഭയിൽ അവതരിപ്പിച്ച് അത് വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അത് മന്ത്രിസഭയിൽ അവിടെ അവതരിപ്പിക്കണം. ഒരു മന്ത്രി എടുത്ത തീരുമാനം ഒന്നുകൂടി അത് മന്ത്രിസഭ അംഗീകരിച്ചില്ല എങ്കിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്ക് ഒന്നുകൂടി അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടാവുന്നതാണ്. വിടണം. മനസ്സിലാകുന്നല്ലോ? അതാണ് പറയുന്നത്. 177, 166 എളുപ്പമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അവിടെ ഓർത്ത് പോയിക്കോളാം. 177 ചീഫ് മിനിസ്റ്ററുടെ ഡ്യൂട്ടീസാണ്. അതെല്ലാം നമ്മൾ പഠിച്ചതാണ്, ശ്രദ്ധിക്കണം. അടുത്ത 177 റൈറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ആസ് റെസ്പെക്ട് ടു ഹൗസ്. മിനിസ്റ്റർമാരുടെ അവകാശങ്ങൾ, മന്ത്രിമാരുടെ അവകാശങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട്? സഭകളുമായി ബന്ധപ്പെട്ട്. ഒരു മിനിസ്റ്റർക്ക് ഏതൊക്കെ സഭയിൽ പങ്കെടുക്കാം, അവിടെ എന്തൊക്കെ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ 177 മിനിസ്റ്റർ മാത്രമല്ല പറയുന്നത്, അക്കൗണ്ടന്റ് ജനറൽ, അഡ്വക്കേറ്റ് ജനറലിനും മിനിസ്റ്റേഴ്സിനും ഏത് സഭയുടെ മീറ്റിങ്ങിലും പങ്കെടുക്കാം. നോക്കൂ, ഒരു മിനിസ്റ്റർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് വന്ന മന്ത്രിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 സഭകളുള്ള സംസ്ഥാനത്താണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിന്നുള്ള ഒരു അംഗമാണ് മിനിസ്റ്ററെങ്കിൽ ആ വ്യക്തിക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മീറ്റിങ്ങിലും പങ്കെടുക്കാം. തിരിച്ചും അസംബ്ലിയിലൂടെ വന്ന ഒരു മിനിസ്റ്റർ ആണെങ്കിൽ കൗൺസിലിൻ്റെ മീറ്റിങ്ങിലും പങ്കെടുക്കാം, ഏത് മീറ്റിങ്ങിലും പങ്കെടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, എവറി മിനിസ്റ്റർ ഷാൽ ഹാവ് റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദി പ്രൊസീഡിങ്സ് ഓഫ് അസംബ്ലി ആൻഡ് ആൾസോ ദി കൗൺസിൽ വെയർ ഇറ്റ് എക്സിസ്റ്റ്. എവിടെ വേണോ ഒരു മന്ത്രിക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ മീറ്റിങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അവകാശമുണ്ട്. ആൻഡ് എനി കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓഫ് വിച്ച് ഹി മേ ബി നൈംഡ് എ മെമ്പർ. ഇനി ഇദ്ദേഹത്തെ മെമ്പറാക്കി വച്ചിരിക്കുന്ന ഏതൊരു കമ്മിറ്റിയിലും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാവുന്നതാണ്? പങ്കെടുക്കാവുന്നതാണ്. ഒരു മന്ത്രിക്ക് മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികളിലും അതുപോലെ തന്നെ ഏത് സഭയിലും, 2 സഭയിലുള്ള ഏത് സഭയിലും പങ്കെടുത്ത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരവകാശമില്ല, ബട്ട് ഹി ഓർ ഷീ ഷാൽ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു വോട്ട്. അവിടെ നിന്ന് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. നോക്കൂ, വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഒരു മന്ത്രിക്ക് ഏത് സഭയിലും പങ്കെടുത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഏത് സഭയിലും പങ്കെടുക്കാം, 2 സഭയിലും പങ്കെടുക്കാം, അഭിപ്രായം പറയാം. ഏത് സഭയിലാണോ അദ്ദേഹം അംഗമായുള്ളത് ആ സഭയിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ഒരു മന്ത്രിക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാം, അവിടുത്തെ വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറ്റും? ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ വോട്ടിങ്ങിൽ പങ്കെടുക്കാം. തിരിച്ചും അതുപോലെ തന്നെ. അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നോക്കൂ, നേച്ചർ ഓഫ് അഡ്വൈസ് അടുത്ത പറയുന്നത്. നേച്ചർ ഓഫ് അഡ്വൈസ് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് മന്ത്രിമാർ ഈ അഡ്വൈസ് കൊടുക്കുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഡ്വൈസ് കൊടുക്കുന്നത് എങ്ങനെ? നമ്മൾ ആദ്യം പറഞ്ഞ സെക്ഷൻ ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണ്. Article 163 provides for the Council of Ministers with the Chief Minister at the head to aid and advise. നമ്മൾ പഠിച്ചതാണ്. Advise the governor in the exercise of his function except the discretion. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. If any question arises where the matters falls within the governor's discretion or not, the decision of governor is final. നമ്മൾ പറഞ്ഞതാണ്. And the validity anything done by him or her cannot be called question on the ground of to be acted. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളാണ്. ഇത് ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. 63 പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ ഗവർണർക്ക് അഡ്വൈസ് കൊടുക്കാനും ഉപദേശം കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഡ്യൂട്ടി ഉണ്ട് സംസ്ഥാന മന്ത്രിസഭയ്ക്ക്. പക്ഷേ ഡിസ്ക്രിഷണൽ പവർ ഉള്ളതിൽ
ഇടപെടാൻ പറ്റില്ല. ഇനി അങ്ങനെയുള്ള പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനിൽ ഗവർണറുടെ തീരുമാനം ഫൈനലായിരിക്കും എന്ന് പറഞ്ഞു. വേറെ ഒന്നും അവിടെ പറയാനില്ല. ഫർദർ ദി നേച്ചർ ഓഫ് അഡ്വൈസ് ടെൻഡേർഡ് ബൈ മിനിസ്റ്റർ ടു ഗവർണർ കനോട്ട് ബി എൻക്വയർഡ് ഇൻ ടു ബൈ എനി കോർട്ട്. ഇത് നമ്മൾ പറഞ്ഞതാണ്. കോടതിയിൽ ഒരു മന്ത്രിസഭ നൽകുന്ന ഉപദേശവുമായി ബന്ധപ്പെട്ട് കോടതിയിലൊന്നും ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കേസ് കൂടെ നിങ്ങൾ പഠിക്കണേ, വെരി ഇമ്പോർട്ടൻ്റ്. ഇൻ ദി ഷംഷീർ സിംഗ് കേസ് 1974, the Supreme Court held that except spares where the governor is to act at his or her discretion, the governor has to act on aid and advice of council of ministers in the exercise of his or her powers and function. ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ഷംഷീർ സിംഗ് വേഴ്സസ് നോക്കൂ, ഷംഷീർ സിംഗ് case 1974, Supreme Court ruled that governor has to act according to the advice and aid given by the council of ministers of the state. സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർക്ക് കടമയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷൻ പവർ ഒഴികെ നിർബന്ധമായിട്ട്. ഇതാണ് ഈ കേസ് ഇപ്പോഴും പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? എപ്പോഴും ഗവർണറും സ്റ്റേറ്റും തമ്മിൽ പലപ്പോഴും ക്ലാഷാണ്, സംഘടനമാണ്. കേരളത്തിൽ കുറേ കാലം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് എന്ത് സംഘടനത്തിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അർലേക്കർ വന്നതിന് ശേഷവും വലിയ മാറ്റമൊന്നുമില്ല, ക്ലാഷ് ഉണ്ട്. പിന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് വലിയ തീവ്രമായി ഏറ്റുമുട്ടിയതുപോലെ നമ്മുടെ UDF ഗവൺമെൻറ് അങ്ങനെ ഏറ്റുമുട്ടുന്നില്ല എന്നേ ഉള്ളൂ. എങ്കിലും അത്ര നല്ല സുഖകരമായ ബന്ധമൊന്നുമല്ല. കാരണം ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ സർക്കാരിന് സുഖിക്കുന്നില്ല. സർക്കാരിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ടെന്ന് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുകയാണ്. 163-ാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യതയുണ്ടെന്ന് ഈ കേസിലും സുപ്രീം കോടതി അടിവരയിട്ട് പറയുകയാണ്. ഏത് കേസിൽ? ഷംഷീർ സിംഗ് കേസ് 1974. അത് കേസിൽ പറയുന്നത് എന്താണ്? ഗവർണർ ഹാസ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഗവർണർ ഈസ് റെസ്പോൺസിബിൾ ടു ആക്ട് ഓൺ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക അതുകൂടി ഒന്ന്. എക്സെപ്റ്റ് ഹിസ് ഡിസ്ക്രിഷൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടാൻ പറ്റില്ല. അല്ലാത്ത കാര്യങ്ങൾ നോക്കൂ. ഷീ ഈസ് നോട്ട് റിക്കോർഡ് ടു ആക്ട് പേഴ്സണലി, ഗവർണറാണ്, പേഴ്സണലി വിത്തൗട്ട് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓർ എഗൻസ്റ്റ് അഡ്വൈസ്. ഗവൺമെൻറ് കൊടുക്കുന്ന അഡ്വൈസിന് എതിരായി പ്രവർത്തിക്കാനോ ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസ് ഇല്ലാതെ പ്രവർത്തിക്കാനോ വാസ്തവത്തിൽ ഗവർണർക്ക് കഴിയില്ല. നോക്കൂ, ഇത് വലിയ ക്ലാഷാണ് എപ്പോഴും നടക്കുന്നത്. ഗവർണർ വിചാരിക്കുന്നത് ഗവർണർ വലിയ സൂപ്പർ അതോറിറ്റി എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല. ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാനുള്ള ആളല്ല ഗവർണർ. മാത്രമല്ല, അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓർ എഗൻസ്റ്റ് ദെയർ അഡ്വൈസ്, അദ്ദേഹം ഒരിക്കലും ഗവൺമെൻറ് കൊടുക്കുന്ന ശുപാർശകൾക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ, ഗവർണർ ഇപ്പം ഈ നയപ്രഖ്യാപനമൊക്കെ നടത്താൻ വരുമല്ലോ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം ചേരുന്ന ഒരു നിയമസഭാ യോഗത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം നടത്തുന്നത് ഗവർണറാണ്, അല്ലേ? അതുപോലെ തന്നെ ഓരോ വർഷത്തെ ആദ്യ സമ്മേളനത്തിലും നയപ്രഖ്യാപനം നടത്തുന്നത് ഗവർണറാണ്. അത് എഴുതി കൊടുക്കുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആ അഡ്വൈസ് അനുസരിച്ചാണ് അതവിടെ പറയുന്നത്. അല്ലാതെ ഗവർണർ എഴുതിക്കൊണ്ട് വന്ന് ഗവർണർക്ക് ഇഷ്ടമുള്ളതെന്നല്ല പറയേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ അഡ്വൈസാണ് ഗവർണർ അവിടെ വായിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഗവർണർ നിങ്ങൾക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ പിണറായി സർക്കാരുമായിട്ട് കടുത്ത സംഘർഷത്തിൽ ഏർപ്പെടുന്ന സമയത്തായിരുന്നു ബജറ്റ് അവതരണമൊക്കെ വന്നത്. അപ്പോൾ അത്
ശരിക്ക് ആദ്യത്തെ നയപ്രഖ്യാപനം വന്നത്. ആ നയപ്രഖ്യാപനം എന്നൊക്കെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനം ഒരു 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 വർഷം ആദ്യത്തെ സമ്മേളനത്തിലും അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യ സമ്മേളനത്തിലൊക്കെയാണ് നയപ്രഖ്യാപനം നടത്തേണ്ടത്. സർക്കാർ എഴുതി കൊടുത്തത് വായിക്കണം. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചില്ല, 1-2 വരി വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് അങ്ങ് പോയി. പക്ഷേ അങ്ങനെ പോകാം, അങ്ങനെ വെച്ച് മടക്കി വെച്ചിട്ട് പോയാലും അത് വായിച്ചതായിട്ട് തന്നെ കണക്കാക്കും, ഗവർണർ അവതരിപ്പിച്ചതായിട്ട് തന്നെ കണക്കാക്കും. മനസ്സിലാകുന്നുള്ളൂ? അങ്ങനെയാണ് അതിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ. അത് ഗവർണർക്കൊരു പേഴ്സണലായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. അത് വേറെവർ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ഗവർണർ, ദി സാറ്റിസ്ഫാക്ഷൻ ഈസ് നോട്ട് ദി പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. കണ്ടോ? ഗവർണറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സാറ്റിസ്ഫാക്ഷൻ അല്ല, ബട്ട് ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതാണ് ഗവർണറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലാതെ പേഴ്സണലായിട്ട് ഗവർണർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ പറയാറുള്ളൂ, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് പറയും പോലെ പറയാനേ ഗവർണർക്ക് കഴിയുള്ളൂ. അല്ലാതെ ഗവർണറുടെ സാറ്റിസ്ഫാക്ഷൻ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഗവർണർ സാറ്റിസ്ഫാക്ഷൻ? ദാറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭയുടെ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലാതെ ഗവർണർക്ക് ദർ ഈസ് നോ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. വ്യക്തിപരമായ, അതുപോലെ വീട്ടുകാര്യങ്ങളിലും അല്ലേ പറ്റുള്ളൂ. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം ഗവർണറുടെയും സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ നിലനിൽക്കുകയുള്ളൂ. ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുക. ദി ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ. നമ്മൾ പറഞ്ഞാണ് ചീഫ് മിനിസ്റ്റർ നിയമിക്കുന്നത് ഗവർണറാണ്. ദി അതർ മിനിസ്റ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവർണർ ഓൺ ദി അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. യൂഷ്വലി ദി മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഐദർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആർ അപ്പോയിൻറ്റഡ് ബൈ മിനിസ്റ്റേഴ്സ്. നോക്കൂ, മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഐദർ legislative assembly or the legislative council are appointed as ministers. ഏത് സഭയിലുള്ള അംഗങ്ങളെയും മിനിസ്റ്റേഴ്സായിട്ട് നിയമിക്കാമല്ലോ. എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ക്യാൻ ആൾസോ ബി അപ്പോയിൻറ്റഡ് ആസ് മിനിസ്റ്റർ. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഒരു സഭയിലും അംഗമല്ലാത്ത ആളിനെയും മന്ത്രിയായിട്ട് നിയമിക്കാം, ബട്ട് വിത്തിൻ 6 months ഹി ബിക്കം എ മെമ്പർ. വെറും 6 മാസം മാത്രം. അതിനിടയിൽ എന്ത് ചെയ്യണം? ബൈ ഇലക്ഷൻ ഓർ നോമിനേഷൻ. നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ നോമിനേഷനിലൂടെയും വരുന്നവരുണ്ടല്ലോ. നോമിനേഷനിലൂടെ വരാം, മെമ്പറായാൽ മതി, അംഗമായാൽ മതി, MLA ആയാൽ മതി. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ, അസംബ്ലിയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ, അവിടെയും ഉണ്ട് തെരഞ്ഞെടുപ്പിലൂടെ വരുന്നത്. നോക്കൂ, ബിക്കം എ മെമ്പർ ബൈ ഇലക്ഷൻ ഓർ നോമിനേഷൻ ഓഫ് എയ്തർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതർവൈസ് ഹി ഈസ് ടു ബി എ മിനിസ്റ്റർ. അല്ലാത്ത പക്ഷം 6 മാസം കഴിയുമ്പോൾ അയാളുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ 2 സഭയിലും അംഗമല്ലാത്ത ഒരാളിനും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാം. പക്ഷേ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം, ഇല്ലെങ്കിൽ നഷ്ടപ്പെടും. മിനിസ്റ്റർ ഹൂ ഈസ് എ മെമ്പർ ഓഫ് വൺ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ദി റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് in the proceedings of either house, but he can vote only in the house of which he is a member, in which he is a member. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, 2 സഭയിലും ഒരു മന്ത്രി ആയി ഉള്ള വ്യക്തിക്ക് 2 സഭയിലും പങ്കെടുക്കാം. പക്ഷേ ഏത് സഭയിലാണോ അദ്ദേഹം അംഗമായിട്ടുള്ളത് ആ സഭയിലെ അദ്ദേഹത്തിന് വോട്ടവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നോക്കൂ, ഓത്ത് ആൻഡ് സാലറി ഓഫ് മിനിസ്റ്റേഴ്സ്. Before a minister enters upon his or her office, the governor administers to him her oath or office. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, oath of office of minister is administered by the governor, അല്ലേ? ഇനി സാലറിയിലേക്ക് വരാം. സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫ്രം ടൈം ടു ടൈം. സമയാസമയം സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് സംസ്ഥാന മന്ത്രിമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത്. ദി മിനിസ്റ്റർ ഗെറ്റ് സാലറി ആൻഡ് അലവൻസസ് പേയബിൾ ടു എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അഡീഷണലി നോക്കൂ, ഇവർക്ക് കൊടുക്കുന്ന സാലറിക്ക് പുറമെ അഡീഷണലി ഹി ഓർ ഷീ ഗെറ്റ്സ് സംപച്വറി. എന്താണ് സംച്വറി അലവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംച്വറി അലവൻസസ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ റാങ്ക്. സംച്വറി അലവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിക്ക്
അല്ലെങ്കിൽ ഒരു ഉന്നതനായ ഒരു വ്യക്തിക്ക്, ആരോ ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് ശമ്പളത്തിന് പുറമേ നൽകുന്ന ഒരു അലവൻസാണ്. ഇപ്പം യൂണിഫോം വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടി നടത്തുന്നതിന് ആർക്കെങ്കിലും ഏതെങ്കിലും മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് സൽക്കാരം നടത്തുന്നതിനോ ഒക്കെ അഡീഷണലായിട്ട് പണം അനുവദിക്കുന്നതാണ് ഈ വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. സംച്വറി അലവൻസസ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ റാങ്ക്. ഓരോരുത്തരുടെ റാങ്ക് അനുസരിച്ച്. ഇതിപ്പോൾ ഗവർണർക്കും കൊടുക്കാറുണ്ട് ഈ സംച്വറി അലവൻസ്. ഇപ്പം ഗവർണർക്കൊക്കെ ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ ഗവർണർ ആർക്കെങ്കിലുമൊക്കെ വിരുന്നൊരുക്കുകയാണ്, സംസ്ഥാന സർക്കാർ പണം അനുവദിച്ച് കൊടുക്കണം. അത് ശമ്പളത്തിൽ വകവയ്ക്കുന്നതല്ല. ഈ ഇടയ്ക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ 2 ലക്ഷം രൂപ ഇപ്പം രാജ്ഭവൻ ലോക് ഭവനായി മാറിയിരിക്കുകയാണ്. ലോക് ഭവന് 2 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. മന്ത്രിസഭ കൂടി 2 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു. എന്തിന്? ഗവർണർക്ക് അവിടെ ചായ സൽക്കാരം നടത്താൻ, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവിടെ അതിന് കണക്കൊന്നുമില്ല. പ്രത്യേകിച്ച് 2 ലക്ഷം രൂപ അനുവദിച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേക ഓഡിറ്റും അങ്ങനെയൊന്നുമില്ല. അതിനാണ് ഈ സംച്വറി അലവൻസ് എന്ന് പറയുന്നത്. യൂണിഫോം എടുക്കുന്നതിന്, ഏതെങ്കിലും ഇതേപോലെ ഒരു പാർട്ടി നടത്തുന്നതിന് ഒക്കെയുള്ള ആനുകൂല്യങ്ങളെയാണ് ഈ സംച്വറി അലവൻസസ് എന്ന് പറയുന്നത്. അത് അഡീഷണലായിട്ട് കൊടുക്കുന്നതാണ്. അത് എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുന്നത്, അവരുടെ റാങ്ക് അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഫ്രീ അക്കോമഡേഷൻ, ട്രാവലിംഗ് അലവൻസസ്, മെഡിക്കൽ ഫെസിലിറ്റി, ഇതെല്ലാം മന്ത്രിമാർക്ക് കിട്ടും. ശമ്പളത്തിന് പുറമെ സംച്വറി അലവൻസസ്, അക്കോമഡേഷൻ, താമസ അലവൻസ്, അതുപോലെ തന്നെ ട്രാവലിങ്, പെട്രോൾ അടിക്കാനുള്ള പൈസ, അതുപോലെ തന്നെ വാഹനം കൊടുക്കും, മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇതെല്ലാം കിട്ടും. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓർത്ത് കൊടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിൽക്കട്ടെ. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മന്ത്രിമാരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ അടുത്ത പോർഷനിൽ നമുക്ക് പഠിക്കാം. ഇത് 2 ക്ലാസ്സുകളായിട്ടേ തീരുള്ളെന്ന് ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞു. അപ്പം സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ 1ാം പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. തീർന്നില്ല. ഇനി ക്യാബിനറ്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, മന്ത്രിമാരുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇതുവരെയുള്ള മനസ്സിലായോ നിങ്ങൾക്ക്? ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നു, ഒരുപാട് കണ്ടൻറ്റ് ഇതിനകത്ത് വന്നു. പലതും റെപ്പറ്റീഷൻ, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇതുവരെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് വിജയം ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.